ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ടാൽ മനസ്സിലാവും. എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാൻ വന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആയി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, കുറച്ച് ബിസി ആയിപ്പോയി. ഓക്കെ, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് മോണിറ്റൈസ് ആകാൻ പറ്റിയത്. അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോണിറ്റൈസ് ആവുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് യൂട്യൂബിന്. അത് യൂട്യൂബ് സ്റ്റാർട്ടാക്കിയവർക്ക് അറിയാം അത്രത്തോളം കഷ്ടപ്പാട് എൻ്റെ പിന്നിലുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ സ്റ്റാർട്ടാക്കിയതാണ്. ഇത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അന്നേരം ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ. പക്ഷെ അതിന് പറ്റിയൊരു ടൈം കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ജേണിയെക്കുറിച്ച് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോറി കുറേ ഉണ്ട് പറയാൻ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാവരും ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവരും നിരന്തരമായിട്ട് എന്നോട് ചോദിക്കും, 1K സബ്ബായപ്പോൾ തന്നെ എന്നോട് കുറേ ആൾ ചോദിച്ചു, ഞാൻ ക്യാഷെല്ലാം കിട്ടാൻ തുടങ്ങിയല്ലോ എന്നെല്ലാം. പക്ഷെ നിങ്ങളൊരിക്കലും കുറ്റം പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു 1K എല്ലാം ആകുമ്പം ഇവർക്ക് എത്ര ക്യാഷ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഡൗട്ടൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ്. ഇതിൻ്റെ ഫുള്ളായിട്ട് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യും ഇൻഷാല്ലാ. ഇതെന്ന് പറയുന്നത് ഞാൻ ഓരോ സബ് കൂടുന്തോറും സ്ക്രീൻഷോട്ട് എടുത്തതാണ്. പിന്നെ അതിൽ വാച്ച് അവേഴ്സിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഞാൻ ഇതിൽ ആഡാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിൽ ഓരോ വീഡിയോസ് കാണിക്കുന്നത് എത്രത്തോളം ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം യൂട്യൂബ് സ്റ്റാർട്ടാക്കിയ സമയത്ത് കുറേ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന്. പിന്നെയെന്ന് പറഞ്ഞാൽ മോണിറ്റൈസ് ആയ ശേഷം പിന്നെ എനിക്ക് കുറച്ച് മടിയായി. പിന്നെ തിരക്കായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കുറഞ്ഞ്. കാരണം നമ്മൾ മോണിറ്റൈസ് ആയിട്ട് മാത്രം കാര്യമില്ല, ഡെയിലി വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കണം. അതുപോലെ നമ്മൾ ഫസ്റ്റ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് 1K സബ് ആവണം എന്നായിരുന്നു. അതുപോലെ വീഡിയോസിൽ 1K വ്യൂ കിട്ടിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ 1K സബ്ബായ ശേഷം എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് തുടങ്ങി. ശരിക്കും മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് 1K സബ്സ്ക്രൈബേഴ്സും വേണം, അതുപോലെ 4000 വാച്ച് അവേഴ്സ് വേണം ഒരു വർഷത്തിനുള്ളിൽ. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് മോണിറ്റൈസ് ആകാൻ പറ്റി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഈ യൂട്യൂബ് സ്റ്റാർട്ടാക്കിയത് തന്നെ എൻ്റെ ട്വിൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടാക്കിയത്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ അവരെ വീഡിയോ ഫസ്റ്റ് ഇട്ട ഷോർട്സ് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. ആ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത്. നല്ല വ്യൂസ് കിട്ടിയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാവരും പറയാൻ തുടങ്ങി. അതുപോലെ നമുക്ക് മോണിറ്റൈസ് ആവാൻ ലോങ് വീഡിയോയിൽ 4000 അവേഴ്സാണ് ഒരു വർഷത്തിലാവേണ്ടത്. ഷോർട്ട് വീഡിയോ എങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺസ് വ്യൂവേഴ്സ് ഉണ്ടാവണം. എന്നാലും നമുക്ക് മോണിറ്റൈസ് ആകാൻ പറ്റും. ഞാൻ ആദ്യം ഫസ്റ്റ് ഷോർട്സ് ഇട്ട് നോക്കി. പക്ഷേ ഷോർട്സിൽ എങ്ങനെ വ്യൂസ് കയറാൻ കുറച്ച് പാടാം. പക്ഷെ എല്ലാവരും പറയുന്നത് ഷോർട്സിലാണ് മോണിറ്റൈസ് ആകാൻ ഏറ്റവും ഈസിന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു 4000 വാച്ച് അവേഴ്സ് അല്ല നമുക്ക് കുറച്ച് കുറഞ്ഞായി തോന്നുന്നു. അങ്ങനെ ഞാൻ ലോങ് വീഡിയോ സ്റ്റാർട്ടാക്കി. ലോങ് വീഡിയോ ഫസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റെല്ലാം ഇട്ട് തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ 8 മിനിറ്റിന് മുകളിൽ വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി ഞാൻ മോണിറ്റൈസ് ആയി. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കേസ് നിങ്ങൾ ഏറ്റവും വലിയ ഡൗട്ടല്ലത്. പേയ്മെൻറ്റ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കിട്ടിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷം ആരാണ് വീഡിയോ കാണുന്നത് ആ വീഡിയോക്ക് അനുസരിച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ മോണിറ്റൈസ് ആയ ശേഷം വീഡിയോ ചെയ്യുന്നത് വളരെ കുറഞ്ഞ്. ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടട്ടേനും ഞാനിത് ഫസ്റ്റ് വീക്കിലി ആയി പിന്നെ മന്ത്ലി ആയി വളരെ കുറവാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവാണ്, ഒട്ടും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ചെറിയൊരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. യൂട്യൂബിൻ്റെ കണക്ക് പ്രകാരം
നമുക്ക് എത്ര എമൗണ്ട് കിട്ടുന്നത് നമ്മയിൽ പറഞ്ഞുകൂടാന്നാണ്. അതുകൊണ്ടാണ് ചെറിയൊരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു പ്ലാന് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു 2 വീഡിയോസെങ്കിലും ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഒരു മാസം എത്ര കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ മോണിറ്റൈസ് ആയിട്ടൊരു ഓൾമോസ്റ്റ് ഒരു 3 months എല്ലാം കഴിഞ്ഞു. പക്ഷെ ഒരു ചെറിയ എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വീഡിയോ കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതല്ല കേട്ടോ ഫസ്റ്റ് വീഡിയോ. പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് വീഡിയോ ആണ്. നല്ല കമൻറ്റ് എനിക്ക് കിട്ടിയിരുന്നു. ഫുഡ് കഴിക്കില്ലേ? അവരോട് ഫുഡ് കഴിക്കാൻ പറയും. അവരോട് ഫുഡ് കഴിക്കുക. ഫുഡ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കില്ല. നീന്താ ഫുഡ് കഴിക്കാതെ? എൻ്റെ ഫസ്റ്റ് ഷോർട്സ് എന്ന് പറയുന്നത് ഈ ഷോർട്സാണ്. ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു 10 days കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ യൂട്യൂബ് സ്റ്റാർട്ടാക്കാൻ ഒരു മൈൻഡ് വന്നത്. നല്ലൊരു വീഡിയോ ഇട്ടപ്പോൾ നല്ലൊരു എന്ത് പറയാനാ കമൻറ്റ് കിട്ടി. എല്ലാവരും നല്ലൊരു റിയാക്ഷനായിരുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ടാക്കി. ഫസ്റ്റ് ടൈം നിങ്ങൾ കാണാൻ എത്രത്തോളം വീഡിയോ ഇട്ടെന്ന് പിന്നെ മടി പിടിച്ച് പിന്നെ വീഡിയോ എല്ലാം കുറഞ്ഞ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോസാണ്. ഇതിലെ എല്ലാ വീഡിയോയും ഫേവറേറ്റാണ്. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയ വീഡിയോസാണ് ഇതും. പിന്നെ കേസ് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ വന്ന് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ മോണിറ്റൈസ് കട്ടായി എന്നൊരു മെയിൽ വന്ന് ഭയങ്കര വിഷമത്തിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റോപ്പാക്കാൻ വിചാരിച്ചൊരു ടൈമായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയായി വന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നും വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.